ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് 17 മുതൽ തന്നെ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് SLC പരീക്ഷയും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകളും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് മാർച്ച് 17 മുതൽ 30 വരെ നടത്താൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത്. അപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ സാധാരണ ഹയർ സെക്കൻഡറിയും SLC പരീക്ഷകളെല്ലാം തന്നെ മാർച്ച് ഫസ്റ്റ് വീക്കിലാണ് എല്ലാ വർഷവും നടക്കാറുള്ളത്. ഏകദേശം അതേ ഡേറ്റ് തന്നെ, വളരെ കുറച്ചൊരു ഒരാഴ്ച മാത്രമേ ലേറ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ മാർച്ച് 17 അതായത് സെക്കൻഡ് വീക്കിൽ തന്നെ തുടങ്ങാൻ ഉള്ള ഒരു ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ വിദ്യാർത്ഥികൾക്ക് പബ്ലിക് എക്സാം ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഈ ഒരു അവരുടെ യോഗത്തിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്. അപ്പൊ വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മൾ ഇടുന്ന വിദ്യാഭ്യാസ സംബന്ധമായ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വിശദമായിട്ട് ആ ഒരു യോഗത്തിന്റെ തീരുമാനങ്ങളിലേക്ക് ഒന്ന് കടക്കാം. 10-12 ക്ലാസ്സിലെ പൊതുപരീക്ഷകൾക്കുള്ള ക്രമീകരണവും വിദ്യാഭ്യാസ വകുപ്പ് ഉടനെ നടത്തും. അതിന് എല്ലാ രീതിയിലുള്ള കോവിഡ് മാനദണ്ഡങ്ങൾക്കനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. പൊതുപരീക്ഷയുടെ ഭാഗമായിട്ടുള്ള പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള ക്ലാസുകൾ ജനുവരി 1 മുതൽ ആരംഭിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, +2 കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, ഈ വർഷം മാത്തമാറ്റിക്സിനും കൂടി ലാബ് വന്നിട്ടുണ്ട്. ഇത്തരം ലാബ് സംബന്ധിച്ച വർക്കുകൾ ഒന്നും തന്നെ കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതിന് നമ്മൾ ഒരു വർഷമാണ് നമ്മൾ ലാബിന് വേണ്ടിയിട്ട് എടുക്കാറുള്ളത്. അത് അത്രയും സമയം ഇല്ല, വളരെ ഷോർട്ട് ആയിട്ടുള്ള സമയത്ത് തന്നെ ജനുവരിയിൽ കുട്ടികൾക്കുള്ള ലാബ് വർക്കിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ സ്കൂളിലേക്ക് വരുത്തേണ്ടത്. അതിനുള്ള ക്രമീകരണങ്ങളാണ് നമ്മൾ സ്കൂളിൽ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വിക്ടേഴ്സ് ചാനലിൽ നടന്ന ജൂൺ 1 മുതൽ ആരംഭിച്ച ഓൺലൈൻ ക്ലാസുകളുടെ റിവിഷനും സംശയ ദൂരീകരണവും ജനുവരി 1 മുതൽ സ്കൂൾ തലത്തിൽ നടത്തുന്നതിനും ക്രമീകരണം ഉണ്ടാക്കും. അപ്പൊ എല്ലാ കാര്യങ്ങളും, അതായത് ഇതുവരെ വിക്ടേഴ്സ് ചാനലിൽ വന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിനേഷന് ചോദിക്കുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് അതത് സബ്ജക്ട് എക്സ്പേർട്ടുകളുടെ അടുത്ത് ചോദിച്ച് ഏതൊക്കെ ഇമ്പോർട്ടന്റ് പോർഷൻസ് ആണ് നമുക്ക് തരുന്നതാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതിനനുസരിച്ചിട്ടാണ് വിദ്യാർത്ഥികൾ തയ്യാറെടുക്കേണ്ടത്. അതായത് വിക്ടേഴ്സ് ചാനലിൽ പഠിപ്പിച്ച എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ടാകും. അപ്പം അതിലുള്ള പ്രധാനപ്പെട്ട പോർഷനിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിനുള്ള മോഡൽ പരീക്ഷകളും നടക്കുന്നതായിരിക്കും. അത് വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ഒഴിവാക്കുന്നതിനുള്ള മോഡൽ പരീക്ഷകളും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ കുട്ടികൾക്ക് ആ ഒരു ഏതൊക്കെ ടോപ്പിക്സുകളാണ്, ഏതൊക്കെയാണ് സിലബസ് എന്നുള്ള കാര്യത്തിൽ കൂടി സ്കൂളിൽ നമുക്ക് അറിയേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തൊക്കെയാണോ പഠിപ്പിച്ച കാര്യങ്ങൾ അത് നന്നായിട്ട് റിവിഷൻ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാ വിദ്യാർത്ഥികളും നടത്തണം. ബാക്കിയുള്ളതിനെ കുറിച്ചോ നിങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ വറീഡ് ആവേണ്ട കാര്യമില്ല. ഡേറ്റോ കാര്യങ്ങളൊക്കെ തന്നെ അത് ഗവൺമെന്റിന്റെ മുറയ്ക്ക് വന്നുകൊള്ളും. പക്ഷെ നമുക്ക് ആസ് യൂഷ്വലി നമുക്ക് എക്സാം ഉണ്ടാകും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് മാനസിക സംഘർഷം ഒഴിവാക്കുന്നതിനുള്ള കൗൺസിലിംഗും സ്കൂൾ തലത്തിൽ നടത്തും. ഈ ഒരു കാലയളവിൽ തന്നെ നമ്മൾ അറിയുന്ന തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് പ്രോസസ്സിന് വിധേയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇനിയും തുടർ നടപടികൾ ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ ഇതിനു വേണ്ടി 10ാം ക്ലാസ് 12ാം ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് രക്ഷകർത്താക്കളുടെ സമ്മതത്തോടെ സ്കൂളിൽ പോകാവുന്നതാണ്. അപ്പൊ പെർമിഷനോട് കൂടി തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ലാബ് വർക്കുകളൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. ഇതിനുവേണ്ടി 10-12 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് രക്ഷകർത്താക്കളുടെ സമ്മതത്തോടെ സ്കൂളിൽ പോകാം. നിലവിലുള്ള അധ്യാപകരുടെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കും. അപ്പൊ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തന്നെ അതേ ഒരു ടൈമിൽ തന്നെ, ഷെഡ്യൂൾ ചെയ്ത ടൈമിൽ തന്നെ നടന്നുകൊണ്ടേയിരിക്കും. ബാക്കി വരുന്ന ഈ ലാബ് വർക്കുകളും അതുപോലെ തന്നെ മോഡൽ പരീക്ഷകളും സംശയങ്ങളും റിവിഷനുകളും ഒക്കെയാണ് ജനുവരിയിൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നടക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്ക് റിവിഷനിലൂടെ കുട്ടികൾക്ക് മനസ്സിലാവാത്ത ടോപ്പിക്കുകളൊക്കെ തന്നെ
ആ ഒരു ടൈമിൽ ടീച്ചേഴ്സുമായിട്ടുള്ള നേരിട്ടുള്ള സംവാദത്തിലൂടെ അവർക്കത് ക്ലിയർ ആക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളാണുള്ളതൊക്കെ തന്നെ നിങ്ങൾ നോട്ട്ബുക്കിലോ ടെക്സ്റ്റ് ബുക്കിലോ മാർക്ക് ചെയ്ത് വെക്കുകയും അത് ടീച്ചേഴ്സുമായിട്ട് നേരിട്ട് തന്നെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ജനുവരിയിൽ സ്കൂൾ തുറക്കുന്നതോടെ നിങ്ങൾക്ക് സാധ്യമാകുന്നത്. അപ്പം എല്ലാ വിദ്യാർത്ഥികളും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുക. ഇപ്പം രണ്ടാം വർഷ +2 വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ നടക്കുകയാണ്. അത് 23-ാം തീയതിയാണ് അവസാനിക്കുന്നത്. അതിനുശേഷം ഏകദേശം ക്രിസ്മസ് വെക്കേഷൻ ആവുകയും വെക്കേഷൻ കഴിയുന്നതോടുകൂടിയിട്ട് തന്നെ വിദ്യാർത്ഥികളെല്ലാം തന്നെ, പ്രത്യേകിച്ച് സയൻസ് വിദ്യാർത്ഥികൾ സ്കൂളിൽ നിർബന്ധമായും വരാനുള്ള സാഹചര്യമാണ് ഉണ്ടാവുക. കാരണം അവരുടെ ലാബ് വർക്കുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും. കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും ബയോളജി ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും അതുപോലെ തന്നെ പുതുതായിട്ടുള്ള മാത്തമാറ്റിക്സ് ലാബും കൂടി ഇപ്പോൾ അവർക്ക് ഈ വർഷം പുതിയ സിലബസ് പ്രകാരം വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പം അതിനുള്ള ഒരു മാർഗനിർദ്ദേശം കൂടി വരേണ്ടതാണ്. എന്തൊക്കെ ലാബ് വർക്കുകളാണ് കുറയ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സിലബസിലുള്ള മുഴുവൻ കാര്യങ്ങളും ലാബ് വർക്കിൽ ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളിലും കൂടി ഒരു തീരുമാനങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ വറീഡ് ആവണ്ട, അത് ഔദ്യോഗികമായിട്ട് വരുന്നതായിരിക്കാം. അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കാം. അതുപോലെ തന്നെ കോളേജ് തലത്തിൽ അവസാന വർഷ ബിരുദ ക്ലാസുകളും പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസുകളും ജനുവരി ആദ്യം മുതൽ ആരംഭിക്കും. പകുതി വീതം വിദ്യാർത്ഥികളെ വെച്ചാണ് ക്ലാസുകൾ നടത്തുക. ആവശ്യമെങ്കിൽ കാലത്തും ഉച്ചയ്ക്ക് ശേഷവുമായി ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ക്ലാസുകൾ ക്രമീകരിക്കുമെന്നാണ് ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടായിട്ടുള്ള തീരുമാനം. അതുപോലെ കാർഷിക സർവകലാശാലയിലെയും ഫിഷറീസ് സർവകലാശാലയിലെയും ക്ലാസുകളും വിദ്യാർത്ഥികളുടെ എണ്ണം ഭാഗിച്ച് പരിമിതപ്പെടുത്തി ജനുവരി ആദ്യം ആരംഭിക്കും. മെഡിക്കൽ കോളേജുകളിൽ രണ്ടാം വർഷം മുതൽ ക്ലാസുകൾ ആരംഭിക്കാനാണ് തീരുമാനിച്ചുള്ളത്. അപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും ക്ലാസുകളും ആരംഭിക്കുന്നതായിരിക്കും. ഇതെല്ലാം തന്നെ തീരുമാനങ്ങളാണ് ഇന്നത്തെ ഒരു യോഗത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ വിദ്യാർത്ഥികൾ എക്സാമിനേഷനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. വളരെ കുറഞ്ഞ സമയമേ നമ്മുടെ കയ്യിലുള്ളൂ. അതായത് നമുക്ക് 2.5 മാസമാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത്. ഇപ്പൊ ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടുന്നുള്ളൂ. അതായത് നമുക്ക് ആ സമയത്ത് സ്കൂളിലും കൂടി പോകേണ്ട ഒരു സമയം കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അത്രയും കുറഞ്ഞ സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ള, അധികം നീണ്ടു പോകുകയൊന്നുമില്ല. അപ്പൊ കുട്ടിയുടെ ഇയേഴ്സ് നഷ്ടപ്പെടാതെ തന്നെ അത് സേവ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എക്സാമിനേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുമെന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അറിവ്. അതായത് ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് നമുക്ക് മാർക്ക് ചെയ്ത് തരുന്നതായിരിക്കും. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് ജനുവരിയിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്കിംഗ് ചെയ്യുക. നിങ്ങളുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിനാണ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത്. രണ്ടാം വർഷം പഠിക്കുന്ന കുട്ടികളുടെ JEE മെയിൻ എക്സാമിനേഷന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 4 തവണയായി നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഫോമുകളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട സമയവുമായിട്ടുണ്ട്. അപ്പോൾ അതും പ്രത്യേകം ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ നീറ്റ് എക്സാമിനേഷൻസും വരുന്നുണ്ട്. അതും ഏകദേശം മെയ് ലാസ്റ്റിലൊക്കെ നടക്കുമെന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തുക. അപ്പോൾ എല്ലാത്തിനും നമ്മൾ തയ്യാറെടുക്കണം. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്കിംഗ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി തുടർന്ന് വരുന്ന നിങ്ങൾക്ക് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ചാനലിലൂടെ അപ്ഡേറ്റ്സ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.